ഹലോ മൈ ഡിയർ ലവ്സ്, 333 എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലവ് മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള ഒരു ലവ് മെസ്സേജാണ്. ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. ഇത് എല്ലാ ജെൻഡർ കാറ്റഗറിക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഗൈഡൻസ് ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മെസ്സേജ്, ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു വ്യക്തിയുടെ പേര് 3 തവണ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. ആ ഒരു വ്യക്തിയിൽ നിന്ന്, നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജാണ് ഇപ്പോൾ നോക്കുന്നത്. ലവ് മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺ. ലവ് മെസ്സേജ് ഫ്രം യുവർ പേഴ്സൺ. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ജസ്റ്റിസ്, മജീഷ്യൻ, ത്രീ ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്. വാവ്, ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. 3 ഓഫ് സോർഡ്സ്. കുറച്ച് പേരുടെയൊക്കെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു, ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, വിഷമിച്ചിരിക്കുന്നു, അതൊക്കെ കാണുന്നുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത്. 3 ഓഫ് സോർഡ്സിൻ്റെ കൂടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അതുപോലെ കിങ് ഓഫ് വാൻസ് ആൻഡ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്. ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ വേൾഡ്. വാവ്. അപ്പോൾ നമുക്ക് നോക്കാം. കാർഡ്സ് എല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്ന മെസ്സേജാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു 3 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോർഡ്സ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി വിഷമത്തിലൂടെ, ഇമോഷണലി ആൻഡ് മെൻ്റലി വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികൾ ഇവിടെ കാണാം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു എനർജിയിലാണിപ്പോൾ. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ സംസാരത്തിൽ വന്ന കാര്യങ്ങളൊക്കെ വീണ്ടും റീകളക്ട് ചെയ്ത് നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലെ പാസ്റ്റ് മൊമെൻറ്റ്സ് ഒക്കെ റീകളക്ട് ചെയ്ത് അതൊക്കെ ഓർത്ത് വിഷമിച്ച് കരയുന്ന വ്യക്തികളെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. സോ ആ ഒരു വിഷമം, അതായത് ഹൃദയം തറച്ച് കൊള്ളുന്ന വാക്കുകളൊക്കെ പരസ്പരം പറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് രാത്രിയിൽ കിടന്നുറങ്ങാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഡീപ്പായിട്ട് വിഷമിച്ച് കരയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ ഒരു കാര്യം താൽക്കാലികമാണ്. ഓക്കെ, ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് ഒരു പക്ഷേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു വ്യക്തിക്ക് വളരെ ഡീപ്പായിട്ട് വിഷമിക്കുന്നുണ്ട്. ഞാൻ വളരെയധികം ഡീപ്പായിട്ട് നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം ഡീപ്പായിട്ട് ഞാൻ അത്രയും സ്നേഹത്തോടെയാണ് നിന്നോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ താങ്കളോട് അത്രയും സ്നേഹത്തോടെയാണ് ഞാൻ പെരുമാറുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് എന്നോട് ഈ ഒരു വിഷമം, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് ചില കാര്യങ്ങൾ ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അത് അവരെ, ആ ഒരു വ്യക്തിയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവരുടെ ഉള്ളിലെ ഫീലിങ്സ് അതുപോലെ തന്നെ ഒരു പക്ഷേ ഇവിടെ ഒരു പക്ഷേ ആ ഒരു വ്യക്തി മറ്റുള്ളവരാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ ആൾക്ക് ഡയറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കാത്ത സാഹചര്യങ്ങളും
ഉള്ളതായിട്ട് കാണുന്നു. ആ ഒരു പേഴ്സണ്, ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ഫേസിലേക്ക്, ഈ ഒരു റിലേഷൻഷിപ്പ് വേറൊരു ഫേസിലേക്ക് പോകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ദേഷ്യം വരാനും നിങ്ങൾ കൂടുതൽ ഇതിൽ നിന്ന് അകന്നു പോകാനും ചാൻസ് ഉണ്ടോ എന്നൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ ഒരു കൺട്രോളിങ് എനർജി, അവർ വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളോട് സ്നേഹത്തിൽ, അത്രയും ഡീപ്പായിട്ടുള്ള സ്നേഹമൊക്കെയാണ്. നിങ്ങളെ തന്നെയാണ് അവരുടെ മൈൻഡിലും അവരുടെ ഹൃദയത്തിലുമൊക്കെ അവർ ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിൽ അവർ സൂക്ഷിച്ച് സ്നേഹത്തോടെ കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷേ അവിടെ ഒരു ഡോമിനേറ്റിംഗ് എനർജി, ഒരു പക്ഷേ അവരുടെ ഫാമിലിയിലെ തന്നെ ആരെങ്കിലും ആയിരിക്കാം. എസ്പെഷ്യലി ഒരു മെയിൽ ഫിഗറൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഫാദർ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു മെയിൽ ഫിഗർ അവരെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ആ ഒരു വ്യക്തിയെ വളരെ ഡീപ്പായിട്ട് ആ ഒരു കാര്യത്തിലും വിഷമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വിഷമം നിങ്ങളോട് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ സോൾ ടു സോൾ നിങ്ങളോട് ആ ഒരു വ്യക്തി ഇത് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഇപ്പോഴത്തെ ഒരു വ്യക്തിയുടെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് കാണിക്കുന്നത് തന്നെ ആ ഒരു വ്യക്തി ഇപ്പം കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം അവർ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ മൈൻഡിനെ എന്തൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ജോലി കൊണ്ടും ഉള്ള കാര്യമായിരിക്കാം. ജോലിയിൽ അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് വരുന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഉള്ള പ്രഷർ ഒക്കെ ഉള്ളതായിട്ടും, അപ്പോൾ അവർക്ക് കൂടുതൽ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരത് നിങ്ങളോട് പറയാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ അവരുടെ മൈൻഡിൽ മൊത്തം നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാര്യങ്ങൾ പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മൈൻഡ് ഫുൾ നിങ്ങളാണ്. നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ലൈറ്റാണ്, ഒരു പ്രകാശമാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രകാശം, ഒരു ഹോപ്പ് ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു സിറ്റുവേഷനെ തീർച്ചയായിട്ടും ഡെത്ത് ആൻഡ് റീബിൽ അവിടുന്ന് ഉള്ള പ്രഷർ ഒക്കെ ഉള്ളതായിട്ടും, അപ്പോൾ അവർക്ക് കൂടുതൽ ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവരത് നിങ്ങളോട് പറയാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ആ ഒരു വ്യക്തി ഇരിക്കുന്നത്. പക്ഷേ അവരുടെ മൈൻഡിൽ മൊത്തം നിങ്ങളോട് വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാര്യങ്ങൾ പറയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മൈൻഡ് ഫുൾ നിങ്ങളാണ്. നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എനർജി, നിങ്ങളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ലൈറ്റാണ്, ഒരു പ്രകാശമാണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു പ്രകാശം, ഒരു ഹോപ്പ് ഒക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു സിറ്റുവേഷനെ തീർച്ചയായിട്ടും ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കാണിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്തായാലും ആ ഒരു വ്യക്തിയും ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇതാണ്, ഈ ഒരു കണ്ടീഷൻ ഇത് ഏറ്റവും വേഗത്തിൽ എൻഡായി ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരും, ഞാൻ നിന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ വ്യക്തി ലവ് മെസ്സേജ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആൾ വളരെ ഹോപ്പോടുകൂടി, പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു കണ്ടീഷനിലൂടെ പോകുന്നുണ്ടെങ്കിലും ആ ഒരു പ്രതീക്ഷ ആൾ വിട്ടിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എൻഡായി നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. അങ്ങനെ തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്, ഈ രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് കൊണ്ടുതരും. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടുള്ളൊരു ജസ്റ്റിസ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷനാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, നിങ്ങളുടെ ആത്മാവിനെ അത്രത്തോളം വളരെ സോൾ ടു സോൾ കണക്ഷനാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളുടെ ആത്മാവിനെ തന്നെ ഉണർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങളെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് നീതി പുലർത്തണം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ നീതി പുലർത്തി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ആണ്. ആ ഒരു വ്യക്തി ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുമായിട്ടിപ്പോൾ
ഡ്രീമിൽ നിങ്ങളെക്കുറിച്ച് ഡ്രീം ചെയ്യുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്. അവരുടെ തന്നെ ഒരു സോൾ റിഫ്ലക്ഷനായിട്ടാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ആ ഒരു വ്യക്തി തരും. അതിനായിട്ട് ഇപ്പോൾ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു കണ്ടീഷനെല്ലാം മാറി ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും, നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ത്രീ ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു സെലിബ്രേഷനാണ്. നിങ്ങളുമായി ചേർന്ന് ഒരു സെലിബ്രേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു എനർജി വന്നിട്ടുള്ളത്, ഇത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് നോക്കിയിട്ട് മാത്രം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എടുക്കുക. സോ ചെറിയൊരു എനർജി വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ അവരുടെ ഒരു പക്ഷേ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ടൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അവരുടെ കൺട്രോളിങ്ങും ആയിരിക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു കൺട്രോളിങ് പവർ അവരിലേക്ക് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതൊരു മെൻ എന്ന് പറഞ്ഞത് അവർക്ക് സുപ്പീരിയറായിട്ട് നിൽക്കുന്ന ഒരു മെൻ, ഒരു ഫാമിലിയിലെ ഒരാളായിരിക്കാം. അതല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് ഉള്ള ഒരു ആളായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ സുപ്പീരിയറായിട്ട് അവരിൽ സുപ്പീരിയറായിട്ട് ഫ്രണ്ട്സിലോ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു കൺട്രോളിങ് പവർ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇവിടെ അത് അഗെയിൻ പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്താനായിട്ടുള്ളൊരു ഏഞ്ചലിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് വഴിയോ ഫാമിലിയിലോ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ചാക്കുന്ന രീതിയിൽ എടുക്കുക. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ചേർന്ന് വളരെ സെലിബ്രേറ്റ് ചെയ്യണം, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം, യാത്രകൾ പോകണം, നിങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ഒരു ഫ്യൂച്ചറിലേക്കുള്ള സ്വപ്നങ്ങളൊക്കെ കാണണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം, ആ സ്വപ്നത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്തായാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തിച്ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർ കാണുന്നത്, ഈ ഒരു സ്കൈയിൽ കാണാൻ സ്റ്റാർസ് കാണിക്കുന്നതും ഒക്കെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ചേർന്ന് ഒത്തിരി ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ഹോപ്പ്. അവർ ആ ഒരു ലൈറ്റിലേക്ക് തന്നെയാണ് നോക്കുന്നത്. സോ ഇവിടെ കൺട്രോളിംഗ് ആയിട്ടുള്ള പവർ ഉണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് ചെയ്യാവുന്നതാണ്. കാരണം ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്ലാക്ക് മാജിക്കൊക്കെ ആ ഒരു വ്യക്തിയിലേക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസൊക്കെ ചെയ്യാവുന്നതാണ്. ആ ഒരു വ്യക്തി എന്തായാലും ഡീപ്പായിട്ട് നിങ്ങളോട് സ്നേഹം ഉള്ള ഒരു ഫീലിങ്സ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഇപ്പം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ചെറിയ രീതിയിലൊരു ബ്ലാക്ക് മാജിക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് മാജിക്കും അവരെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ അഫർമേഷൻസ് പറയുക, നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രെയറിൽ ഉൾപ്പെടുത്തുക. ആ ഒരു വ്യക്തിക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളും വളരെ സാഡായിട്ടിരിക്കാതെ, വിഷമിച്ച് ആളെക്കുറിച്ച് ഓർത്ത് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാതെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്തിൽ നടന്ന ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ പരസ്പരം എത്രത്തോളം ഫീലിങ്സ് ഷെയർ ചെയ്തിരുന്നു, നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിരുന്ന ആ ഒരു ഫീലിങ്സ്, അതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഓർത്ത് അതിന് നന്ദി പറയുക. ആ ഒരു വ്യക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ. അപ്പോൾ ആ ഒരു ലവ് എനർജി അവരിലേക്ക് പോകുന്നതാണ്, അവരിലേക്ക് ചെന്ന് ആ ഒരു എനർജി റിഫ്ലക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ലവ് വൈബ്രേഷനൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി സ്വതന്ത്രമാകുന്നതാണ്, ആ ഒരു വ്യക്തി വളരെ ഫ്രീ ആകുന്നതാണ്. ഈ ഒരു കൺട്രോളിങ് പവറിൽ നിന്നും ഈ ഒരു കൺട്രോളിങ് പവർ, അല്ലെങ്കിൽ ഇനി തേർഡ് പാർട്ടി ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഏതെങ്കിലും രീതിയിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഈ ഒരു എനർജിയിലേക്ക്, ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ടൊക്കെ ആ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് ചേർന്ന് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം. ആ ഒരു വ്യക്തി
നിങ്ങളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് ചേർന്ന് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വളരെ ഫ്രീ ആയിട്ട് ആ ഒരു വ്യക്തി വരുന്നതാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സംഭവിക്കുന്നതാണ്. നിങ്ങളെ ഒരു ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുക എന്ന് പറയില്ലേ, അത്രയും ആ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്ന് അത്രയും സേഫാക്കി നിങ്ങളെ കൊണ്ട് നടക്കാനാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് ഇവിടെ ഒരു ബേർഡിനെ ആ ഒരു വ്യക്തിയുടെ ഹാൻഡിൽ വെച്ചിരിക്കുകയാണ്. കോയിൻ എന്ന് പറയുന്നത് അബൻഡൻസിനെ കാണിക്കുന്നു, ഹാപ്പിനെസ്സിനെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കാനാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. വളരെ ഹാപ്പിയാക്കി നിങ്ങളെ കൊണ്ടുപോകണം എന്നൊക്കെയാണ് ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് അതാണ് ആ ഒരു വ്യക്തിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന്, ഈ ഒരു ബ്ലാക്ക് മാജിക് എനർജി, ഈ ഒരു കൺട്രോളിങ് എനർജിയിൽ നിന്നൊക്കെ ആൾ സമ്പൂർണ്ണമായിട്ടും മാറി നിങ്ങളിലേക്ക് വളരെ ഫ്രീ ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ ഒരു ലൈഫിൽ ഡ്രീം ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. വേൾഡ് കാർഡും ഡെത്ത് ആൻഡ് റീബർത്ത് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ടോപ്പ് ഓഫ് ദ ഡെക്ക് വേൾഡ് കാർഡാണ്. അതായത് ആ ഒരു വ്യക്തി ഡ്രീം ചെയ്ത ആ ഒരു ലോകം, മറ്റുള്ള ഒരു എനർജിയും അവരെ ബാധിക്കാത്ത രീതിയിൽ ആ ഒരു ലോകത്തിലേക്ക് അവർ എത്തിച്ചേരാൻ സാധിക്കുന്നതും ഈ ഒരു വേൾഡ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കംപ്ലീറ്റായി ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നതായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള ലവ് മെസ്സേജസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് നാച്ചുറലി ആ ഒരു വ്യക്തിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഹാപ്പി ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആ ഒരു എനർജി ആ ഒരു വ്യക്തിയിലേക്ക് പോകുന്നതാണ്. അത് റിഫ്ലക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള ലവ് മെസ്സേജ്. അപ്പോൾ റെസൊനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ഒരു ഹാപ്പി റിയൂണിയൻ സംഭവിക്കുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. Love you all. Thank you.